Alhamdulillah Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന റബ്ബിൻ്റെ അഭിസംബോധനകളിൽ നാം കാതോർത്ത് ശ്രദ്ധിച്ച് ഹൃദയത്തിൽ തട്ടി അവൻ്റെ എല്ലാ കലാമിലെ ഓരോന്നും ശ്രദ്ധിക്കണം. അതിലേറ്റവും പ്രധാനമാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ എന്ന് ഒരു വിളി വിളിച്ചാൽ അത് നമ്മെ ഓരോരുത്തരെയും നേരിട്ട് നമ്മുടെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ ഉമ്മയല്ല, നമ്മുടെ ഭാര്യയോ ഭർത്താവോ മകനോ മകളോ അല്ല. ആ ഭാര്യയെ നമുക്ക് നൽകിയ, ഉമ്മയെ നൽകിയ, ഉപ്പയെ നൽകിയ, അവരിലൂടെ ആ കാരുണ്യത്തെ നമുക്ക് നൽകിയ, അവരെ സൃഷ്ടിച്ച റബ്ബാണ് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അൽ വദൂദ്, ഏറ്റവും സ്നേഹമുള്ളവൻ. അപ്പൊ പലപ്പോഴും നമ്മളോട് ഒരാൾ ചോദിച്ചു, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അല്ലാഹു എന്ന് ഉത്തരം പറയാൻ ആ തരത്തിൽ റബ്ബിനെ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ റബ്ബിനെ മനസ്സിലാക്കിയെടുത്ത് എന്തോ ഒരു തകരാറ് നമുക്ക് പറ്റി എന്നാണ് അർത്ഥം. അത് നമ്മുടെ കലിമത്തു ഷഹാദത്തിനെ ബാധിക്കും, ഈമാനോടുകൂടിയുള്ള മരണത്തെ ബാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ സൂറത്തു ബഖറയിൽ 208-ാമത്തെ ആയത്തിൽ റബ്ബിന്റെ അഭിസംബോധന യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെയാണ്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായും അല്ലാഹുവിന് കീഴൊതുങ്ങുക, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുക. വലാ തത്തബിയു ഖുതുവാത്തി ശൈത്താൻ, ശൈത്താന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റി പോകരുത്. കാരണം എന്താണ്? അവൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾക്ക് നിങ്ങൾ പൂർണ്ണമായും കീഴൊതുങ്ങണം. ഈ ആയത്തിന്റെ
അവതരണ പശ്ചാത്തലമായി മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത്, വേദക്കാരിൽ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിലേക്ക് അവർ കടന്നു വന്ന ശേഷവും പഴയ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ അവരുടെ ജീവിതത്തിൽ തുറന്നു കൊണ്ടുപോയി. ഇസ്ലാമാണോ ഇസ്ലാമാണ്, എന്നാൽ എവിടുന്നാണോ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്, ആ കടന്നു വന്ന മതത്തിലുള്ള ആചാരങ്ങളിൽ ചിലത് അവരുടെ ജീവിതത്തിൽ അവശേഷിച്ചു എന്നതാണ്. അപ്പൊ അവരോട് പറയാം, നിങ്ങൾ കടന്നു വന്നതൊന്ന് പൂർണ്ണമാക്കണം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുക എന്നതാണ്. ഇത് ജീവിതത്തിന്റെ ഏത് രംഗത്തും നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഇസ്ലാമിലേക്ക് പൂർണ്ണമായും ഒരു വ്യക്തി കടന്നു വരാത്ത വിഷയത്തിൽ ഞാൻ എവിടെയാ ഉള്ളത്? ഈ ആയത്ത് എൻ്റെ ജീവിതവുമായി എങ്ങനെയാണ് ബന്ധപ്പെടുക എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും നമ്മൾ അനുസരിക്കാതിരിക്കാൻ ചിലപ്പോൾ കാരണമാകുന്നത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കും, നമ്മുടെ ഇച്ഛകളായിരിക്കും. ആ ഇച്ഛകൾ പടച്ചവന്റെ നിർദ്ദേശത്തിനെതിരാകുമ്പോൾ ആ നിർദ്ദേശത്തെ തൽക്കാലം മാറ്റിവെച്ച് നമ്മുടെ ആഗ്രഹമനുസരിച്ച്, നമ്മുടെ സാഹചര്യം അനുസരിച്ച്, അതേപോലെ നമ്മുടെ കാര്യലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ മാറ്റിവെക്കുന്ന അവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടോ? ഏത് രംഗവും അതിന് ഉദാഹരണമായി നമുക്ക് പരിശോധിക്കാം. ഇസ്ലാമിന് ഒരു ഡ്രസ് കോഡുണ്ട്. പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുമ്പോൾ ആണാകട്ടെ പെണ്ണാകട്ടെ അവരുടെ യൂണിഫോം ഇസ്ലാം കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. വളരെ കൃത്യമാണ്. മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറക്കുക. അത് പറയുമ്പോൾ മുഖം മറക്കുന്നതിന് ഒരു കാരണവശാലും പരിഹാസം പോയിട്ട് അതിനോട് എന്തെങ്കിലും ഒരു എതിർപ്പ് നമ്മുടെ മനസ്സിൽ തോന്നിയാൽ, കാരണം അത് മുസ്തഹബായ കാര്യമാണ്, ഒരു കാരണവശാലും അതിനെ പരിഹസിക്കുവാൻ പാടില്ല. അവരുടെ ശരീരഭാഗങ്ങൾ മറ്റൊരാൾ കണ്ട് ആ നോട്ടത്തെ തടയാൻ വേണ്ടി സ്വഹാബ വനിതകൾ ചെയ്തതുപോലെ, അതുകൊണ്ടാണ് അത് വാജിബാണോ അതോ അത് സുന്നത്താണോ അല്ലെങ്കിൽ ചര്യയാണോ എന്നൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യാൻ കാരണം. അപ്പോൾ മുൻകൈയും മുഖവും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറക്കണം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് മറക്കേണ്ടത്? സൂറത്ത് നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, അവരുടെ മൂടുപടങ്ങൾ അവരുടെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടട്ടെ. അഥവാ നേരെ പറഞ്ഞാൽ സ്ത്രീകളുടെ സ്ഥനം ഒരു തരത്തിലും കാണാനോ അല്ലെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു അടയാളമോ ഇല്ലാതെ ഒരു പുരുഷന്റെ ലൈംഗികാവയവം മുഴച്ചു നിന്നാൽ, പാൻസിന്റെ അല്ലെങ്കിൽ തുണിയുടെ ഉള്ളിലൂടെ മുഴച്ചു നിന്നാൽ എങ്ങനെ ഉണ്ടാകും? അതിന് സമമാണ് ഒരു സഹോദരിയുടെ സ്ഥലം മറ്റൊരാൾക്ക് അതിന്റെ ആകൃതമോ വലുപ്പമോ കാണാനുള്ള അവസരമുണ്ടാക്കുക. അതുകൊണ്ടാണ് സലഫ് സ്വാലിഹീങ്ങളുടെ പേരിൽ ഒരു പേര് നാട്ടിലുണ്ടായി. ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും നല്ല പേരതാണ് സലഫി മഫ്ത എന്ന് പറഞ്ഞാൽ. സലഫ് എന്ന് പറഞ്ഞാൽ സലഫ് സ്വാലിഹീങ്ങൾ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള സ്വഹാബ വനിതകൾ എങ്ങനെയാണോ അവർ ഡ്രസ്സ് ധരിച്ചത്, എങ്ങനെയാണോ അവർ മക്കനയിട്ടത്, എങ്ങനെയാണോ അവർ മഫ്ത ധരിച്ചത്, അതുപോലെയുള്ള മഫ്ത എന്ന് അടുത്ത കാലത്ത് വന്ന ഏറ്റവും നല്ല പേരുകളിൽ ഒരു പേരതാണ്. അത് അനുഷ്ഠിക്കുന്നിടത്ത് ഒരു സഹോദരിക്ക് അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും ഇത് കല്യാണമല്ലേ, ഇത് ഒരു ആഘോഷമല്ലേ, ഇതൊരു യാത്രയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഭർത്താവിന്റെ മുമ്പിൽ മാത്രം പ്രദർശിപ്പിക്കേണ്ടുന്ന, മഹറമായ ആളുകളുടെ മുമ്പിൽ മാത്രം ചെയ്യാവുന്ന ഒരു കാര്യത്തെ നമ്മുടെ വീട്ടിലേക്ക് ഒരു കോളിംഗ് ബെല്ല് വരുമ്പോൾ, ഒരാൾ ഡോറിന് മുട്ടുമ്പോൾ, ഡോറ് തുറക്കുമ്പോൾ ഒരു സഹോദരി ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കണം. ഡോറിന്റെ അവിടെ ഒരു മഫ്ത തൂക്കിയിട്ടിട്ടുണ്ടാവണം. ആ മഫ്ത ധരിച്ചിട്ടാണ് തങ്ങളുടെ മഹ്റമിൽപ്പെട്ട അല്ലാത്ത ഒരാൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോവുകയാണ്. ആ ഡ്രൈവർ ആരാണ്? ക്ലീനർ ആരാണ്? അന്യപുരുഷന്മാരാണ്. എങ്കിൽ അവരുടെ കൈകൾ പൂർണ്ണമായും പുറത്തിടാൻ പാടുണ്ടോ? ഇല്ല. അങ്ങനെ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുക. അപ്പോൾ അവിടെ പൂർണ്ണമായ ഇസ്ലാമിക ഡ്രസ്സിങ്ങോടുകൂടി മീൻ വാങ്ങാൻ പുറത്തേക്ക്, വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ആരാണ് ഇസ്ലാമിക ഡ്രസ്സിങ് വേണ്ട എന്ന് പറഞ്ഞത്? സ്ഥിരമായി മീൻ കൊണ്ടുവരുന്ന വ്യക്തി അന്യപുരുഷനല്ലേ? ഇങ്ങനെയൊക്കെ പറയണോ? ഇത് കുറച്ച് അധികമായി പോയി. ആ ചോദ്യം ഇസ്ലാമിനോടാണ്. ആ ചോദ്യം
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ചോദ്യം. അത്തരം ചോദ്യങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം ഇസ്ലാമികമായ ഏതൊരു കാര്യവും നമ്മൾ ചെയ്യേണ്ടത് സംതൃപ്തിയോടുകൂടിയാണ്. അൽഹംദുലില്ലാ, ഇന്ന് ഖുതുബ കേട്ടപ്പോഴാണ്, അതൊന്നും അത്ര ശ്രദ്ധിക്കാറില്ലല്ലോ. വീട്ടിലൊരാൾ കയറി വരുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളെ ബസ്സിൽ കയറ്റി വിടുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം വാങ്ങാൻ പോകുമ്പോൾ വീടിൻ്റെ തൊട്ട് പുറത്തെ അത് ശ്രദ്ധിക്കണം. ശരിയാണ് കേട്ടോ, ഈ വിഷയത്തിൽ എൻ്റെ ഭാര്യ, എൻ്റെ മകൾ, എൻ്റെ ഉമ്മ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ടല്ലോ എന്ന തരത്തിലാണ് അത്തരം വിഷയങ്ങളെ നാം കാണേണ്ടത്. അതോടൊപ്പം തന്നെ മദ്രസയിലേക്ക് കുട്ടികൾ അയക്കുമ്പോൾ ഒരു ഡ്രസ്സ്, പള്ളിയിൽ സഹോദരിമാർ വരുമ്പോൾ ഒരു ഡ്രസ്സ്, ഖുർആൻ ക്ലാസ്സിന് വരുമ്പോൾ ഒരു ഡ്രസ്സ്. അത് ഖുർആൻ ക്ലാസ്സിന് ഇത് കല്യാണമല്ലേ, അത് അവിടെ നിൽക്കട്ടെ, കല്യാണത്തിന് വേറെ ഡ്രസ്സ്. അവിടെ എന്താണ് സഹോദരങ്ങളെ, നമ്മൾ അറിയാതെ ഒരു കാപ്പട്യം നമ്മിൽ വരുന്നുണ്ടോ? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്കൂളിൽ പോകുമ്പോഴുള്ള ഡ്രസ്സ്, അത് അവിടെ യൂണിഫോം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സ് എന്താണോ അത് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ആ ഡ്രസ്സിങ് നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം, അതേപോലെ തന്നെ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക കാലഘട്ടം വന്നിരുന്നു. എല്ലാ ആൺകുട്ടികളുടെയും പാൻറ് നെരിയാണിക്ക് മുകളിലേക്ക് വന്നു. ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് എന്താ അത്ര ശ്രദ്ധ, എല്ലാവരും നിര്യാണ്ട മുകളിൽ. എന്തേ? ഒരു സിനിമാ നടൻ അങ്ങനെ പാൻറ് ധരിച്ചിരിക്കുന്നു. അപ്പൊ സുന്നത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിര്യാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ് എന്ന ഉത്ബോധനം കേട്ടിട്ടല്ല, മറിച്ച് റോൾ മോഡലാക്കാൻ യുവാക്കൾ കണ്ടെത്തിയവർ അങ്ങനെ ചെയ്തിരിക്കുന്നു എങ്കിൽ ഞങ്ങളും അങ്ങനെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പാൻറ് നിര്യാണ്ട മുകളിലും വരും. ഒരു കാലഘട്ടം കുറെ മാസങ്ങളോളം അങ്ങനെ തന്നെ നിന്നു. അവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു റോൾ മോഡലുണ്ട്, അത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് പുരുഷന്മാരുടെ ഡ്രസ്സ് എങ്ങനെയാണോ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ അത് ധരിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരും, നമ്മൾ സത്യവിശ്വാസികളാകുമ്പോൾ ആ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ ഓരോ രംഗങ്ങളിലും ശ്രദ്ധിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. അതേപോലെ തന്നെ ആൺ പെൺ സ്പർശനങ്ങൾ, ആണും പെണ്ണും തൊട്ടുപോയാൽ ഇവിടെ എന്താ പ്രശ്നം, ഒന്ന് ഷെയ്ക്കാണ്ട് കൊടുക്കാൻ പറ്റൂല പോലും. അതിപ്പോൾ ഒരു സ്കൂളിൽ, ഒരു കോളേജിൽ ഒരു പരിപാടി നടത്തുമ്പോൾ നമ്മുടെ ഒരു പരിചയമുള്ള ഒരു സഹോദരി കൈ തന്നാൽ അവിടെ എന്താ, ഇവിടെ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണു പോകുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നിസ്സാരവൽക്കരണം, ഒരു നോർമലൈസ് ചെയ്യൽ, അതൊക്കെ സമൂഹത്തിലുള്ള കാര്യമാണ്. എങ്കിൽ നാം ആഗ്രഹിക്കുന്നുണ്ടോ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ? അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഅൻ യുതഅന ഫീ റഅസി അഹദികും, നിങ്ങളിൽ ഒരു ഫീ റഅസി അഹദികും ബിമഖ്യത്തിൻ മിൻ ഹദീദിൻ ഖൈറുൻ ലഹു മിൻ അൻ യമസ്സ ഇംറഅതൻ ലാ തഹില്ലു ലഹു. നിങ്ങളിൽ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ തലയിൽ ഇരുമ്പ് കൊണ്ടുള്ള ഒരു ആണി അടിച്ച് കയറ്റുന്നതിനേക്കാളും അതാണ് നിങ്ങൾക്ക് ഒരു അന്യ സ്ത്രീയെ നിങ്ങൾ സ്പർശിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത്. വെറുതെ നമ്മൾ സങ്കല്പിക്കുക, ഒരു ആണി എടുക്കുക, ഒരു ഇരുമ്പിന്റെ കഷ്ണം എടുക്കുക, നമ്മുടെ തലയുടെ മുകളിൽ ഒരൊറ്റടി. ആലോചിക്കാൻ പറ്റുമോ അത്? എങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. എന്തിനേക്കാൾ? ഒരു അന്യ സ്ത്രീയെ നിങ്ങൾ സ്പർശിക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആയി പോയി തോന്നുന്നുണ്ടോ? പറഞ്ഞതാരാ? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇപ്പൊ ബാങ്ക് കൊടുത്തപ്പോ നമ്മൾ കേട്ടു, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ആ നിർദ്ദേശം നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ സഹോദരന്മാരെ, നമ്മളൊരു പക്ഷേ നിസ്സാരമായി കാണുന്ന കാര്യങ്ങൾ ഇസ്ലാം അതിഗൗരവത്തോടുകൂടി, കാരണം തിന്മയെ തടയുക മാത്രമല്ല ഇസ്ലാം ചെയ്തത്, തിന്മയിലേക്കുള്ള എല്ലാ വാതിലുകളും ഇസ്ലാം അടച്ചു കളഞ്ഞു. അത് ഇസ്ലാം എന്നത് ഓരോ വ്യക്തിയുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ജീവിതത്തിന്റെ പൊതുമേഖലകളിലേക്ക് ഇറങ്ങുമ്പോൾ ഇസ്ലാം പറഞ്ഞു, കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നോളൂ, നിങ്ങൾ കുടിച്ചോളൂ, നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത്. തിന്നണം കുടിക്കണമെന്ന് പടച്ചോൻ പ്രത്യേകം കൽപ്പിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കും. പക്ഷെ അവിടെ നിർദ്ദേശം എന്താ? കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത്, നിങ്ങൾ അമിതവ്യയം കാണിക്കരുത്. കാരണം എന്താ? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ, അമിതവ്യയം കാണിക്കുന്നവർ ശൈത്താന്റെ കൂട്ടാളികളാണ്. നമ്മൾ ധൂർത്തിലേക്ക് പോകുമ്പോൾ
ആഡംബരത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരാളുടെ സുഹൃത്തായി മാറുന്നു. അത് നമ്മെ വഞ്ചിക്കാൻ കാത്തിരിക്കുന്ന ജിന്നുവർഗത്തിൽപ്പെട്ട നമുക്ക് കാണാൻ കഴിയാത്ത പിശാചിന്റെ കൂട്ടാളികളായിട്ടാണ് നാം മാറുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ മാറരുത് എന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു രംഗത്ത്, അത് ഡ്രസ്സിന്റെ രംഗത്താകട്ടെ, ഭക്ഷണത്തിന്റെ കാര്യത്തിലാകട്ടെ, വാഹനത്തിന്റെ കാര്യത്തിലാകട്ടെ, വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷനുകളിലാകട്ടെ, പടച്ചോനെ എനിക്കൊരു ജീവിതമേ ഉള്ളൂ, ഞാൻ ഈ ഇടപെടുന്ന ഒരു വിഷയത്തിലും ദൂർത്ത് വരുതര, അത് വേറെ ആരും നമ്മളെ ഉപദേശിക്കേണ്ട കാര്യമല്ല. നമ്മുടെ ഇസ്ലാം പൂർത്തിയാകണം. നിങ്ങൾ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി നിങ്ങൾ ശൈത്താന്റെ കാലടികളെ നിങ്ങൾ ഒരിക്കലും പിന്തുടരാൻ പാടില്ല. അപ്പോൾ ദൂർത്ത് നമ്മുടെ ജീവിതത്തിലേക്ക്, അപ്പൊ വീടുകളിൽ നമ്മുടെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരെയും ബോധവില്ല, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോട്, മക്കളോട്, എല്ലാവരോടും പറയണം, നമ്മൾ ഈ കാര്യം, ഇന്നൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പലിശ, നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാമ്പത്തിക രംഗത്ത് പലിശയുടെ ടച്ച് ഉണ്ടോ, അത് നമ്മളെ അസ്വസ്ഥമാക്കേണ്ട വിഷയമാണ്. പടച്ചോനെ, ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാം? ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ, നരകത്തെ പേടിച്ച് ജീവിക്കാൻ ഒരു വ്യക്തി തീരുമാനിച്ചാൽ, പടച്ചോൻ പറയാണ് യജഅല്ലഹു മഖ്റജ, പടച്ചോൻ അവന് മാർഗം അങ്ങോട്ട് തുറന്നു കൊടുക്കും. അതൊന്നും ഇപ്പം നടക്കൂല. ജീവിക്കണ്ടേ, എല്ലാവരും അങ്ങനല്ലേ? ഇവിടെ പലിശയായിട്ട് ബന്ധമില്ലാത്ത ആരാണുള്ളത്? പലിശയുമായി ബന്ധമില്ലാത്ത കോടിക്കണക്കിന് സത്യവിശ്വാസികൾ ഇവിടെ ഉണ്ട്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഏതൊരേർപ്പാടിലേക്ക് വരുമ്പോഴും പടച്ചോന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ട് എനിക്ക് ഉന്നമനമുണ്ടാകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മാതാവിനെ വ്യഭിചരിക്കലാണ് പലിശയുടെ ഏറ്റവും ചെറിയ ഇനം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ മാർഗത്തിലേക്ക് ഞാൻ ഇല്ല എന്ന് ഉറച്ച് തീരുമാനിക്കുമ്പോൾ ചർച്ചകൾ വരും, എങ്ങനെ നമുക്ക് പലിശയുടെ ടച്ചില്ലാതെ മുന്നോട്ട് പോകാം എന്ന്. അപ്പൊ ആ നിലക്ക് ആ സാമ്പത്തിക രംഗത്ത് സക്കാത്ത്, നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ സ്വർണത്തിന്റെ അല്ലെങ്കിൽ കച്ചവടത്തിന്റെ സക്കാത്ത് അശ്രദ്ധമായി പോയിട്ടുണ്ടോ? അശ്രദ്ധമായി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഖബർ ജീവിതത്തെയാണ് ബാധിക്കുക, അത് നമ്മുടെ പരലോകത്തെ വിചാരണയാണ് ബാധിക്കുക, അത് നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രശ്നമാണ്. അത് ഇവിടെ സക്കാത്ത് കമ്മിറ്റിയിലേക്ക് പൈസ കിട്ടാനല്ല, പാവങ്ങൾക്ക് വീടുണ്ടാക്കാനല്ല സക്കാത്ത്. പാവങ്ങൾക്ക് വീടുണ്ടാകും സക്കാത്ത് കൊടുത്താൽ. സക്കാത്തിന്റെ ഉദ്ദേശ്യം ചികിത്സ കൊടുക്കുക എന്നതല്ല അടിസ്ഥാനപരമായി, പാവപ്പെട്ടവർക്ക് വീടുണ്ടാവുക എന്നതല്ല അടിസ്ഥാനപരമായി. സക്കാത്തിന്റെ ഉദ്ദേശ്യം ഒരാളുടെ ഇസ്ലാം പൂർത്തിയായി അയാൾ സ്വർഗത്തിലെത്തി എന്ന് ഉറപ്പുവരുത്തലാണ്. ഇസ്ലാം കാര്യം 4 അവസാനിക്കാതെ 5 എത്തിക്കലാണ് സക്കാത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ സക്കാത്ത് കൊടുക്കുമ്പോൾ പാവപ്പെട്ടവന് കിട്ടും, അവന് വീടുണ്ടാകും, ചികിത്സക്ക് ഉപകാരപ്പെടും, എല്ലാം ചെയ്യും. അത് രണ്ടാമത്തെ കാര്യമാണ്. നമ്മളുടെ ഇസ്ലാം പൂർത്തിയായി നമ്മൾ സ്വർഗത്തിന് അർഹരായി ഖബറിൽ വെച്ച് ശിക്ഷക്ക് അർഹരാകാതിരിക്കുക എന്നതാണ് സക്കാത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ സക്കാത്തിന്റെ വിഷയത്തിൽ നമുക്ക് തകരാറുണ്ടോ? നമ്മൾ ഈ ആയത്തോതുക, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. പടച്ചോൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എടോ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും ഒന്ന് പ്രവേശിക്ക്. അപ്പൊ ആ ആയത്ത് എന്നോടാണ്, എന്റെ വിഷയത്തിലാണ്. എനിക്ക് ആ വിഷയത്തിൽ ഇനിയും ധാരാളം തരത്തിലുള്ള മാറ്റങ്ങൾ വരാനുണ്ട് എന്ന അർത്ഥത്തിൽ. മറ്റൊരു ഉദാഹരണം, അയൽപക്കം. നമ്മുടെ അയൽവാസികളുമായി നാം എങ്ങനെ, അയൽപക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ ഇസ്ലാം പൂർണ്ണമാണോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതനായ, നമ്മളേറ്റവും കൂടുതൽ വെറുക്കേണ്ടുന്ന, ആദർശപരമായ കാരണങ്ങളാൽ തന്നെ ഏറ്റവും കൂടുതൽ വെറുക്കേണ്ടുന്ന വിഭാഗമാണ് ജൂതന്മാർ. ആ ജൂതനായ അയൽവാസിയുടെ അടുത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയങ്കി അവിടുന്ന് പണയം വെച്ചത്. മനുഷ്യൻ എന്ന തരത്തിലുള്ള ബന്ധം. അയൽവാസി ജൂതനാണെങ്കിലും മനുഷ്യനാണ്. ആ ജൂതന്റെ ജഡശരീരം കൊണ്ടുപോകുമ്പം റസൂലുള്ള എഴുന്നേറ്റ് നിന്നു. ആ ജഡശരീരത്തോടുള്ള ആദരവായിരുന്നു അത്. അപ്പോൾ അയൽവാസി ഏത് പാർട്ടിക്കാരനാകട്ടെ, ഏത് ജാതിക്കാരനാകട്ടെ, ഏത് മതക്കാരനാകട്ടെ, ഒരു വിശ്വാസിക്ക് അയൽവാസിയാണ്.
അയൽപക്കത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത് കേട്ടിട്ട് സ്വഹാബികൾ പറയാണ്, ഞങ്ങൾ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ഒരു ഭാഗം അയൽവാസികൾക്ക് കൊടുക്കണമെന്ന് റസൂലുള്ളാഹി പറയോ, ഞങ്ങൾ പേടിച്ചു പോയി. നമ്മൾ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ വ്യത്യസ്ത ആൾക്കാർക്ക് അനന്തരാവകാശ സ്വത്തുണ്ട്. ആ സ്വത്തിൽ ഒരു വിഹിതം അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്നവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം അഭേദ്യമായ ബന്ധം. അതുകൊണ്ട് അയൽവാസികൾ എല്ലാവരും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വിവരമുള്ളവരായിരിക്കില്ല. അവർ പരലോക വിശ്വാസികളായിരിക്കില്ല. നമ്മൾ പരലോക വിശ്വാസികളാ. നമുക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ അവരുമായുള്ള ബന്ധം നമുക്ക്. നിങ്ങളെന്തായി, എനിക്കൊരു അയൽവാസി ഉണ്ട്, വേസ്റ്റ് വെള്ളം എൻ്റെ പറമ്പിൽക്ക ഒഴുക്കുന്നു, അവനോട് വേസ്റ്റ് വെള്ളം അവർ ഒഴുക്കുന്നു, ശരിയാണ്. പക്ഷേ അവരോട് പണങ്ങി നിൽക്കാനോ അവരുമായി അകലാനോ നമുക്ക് യാതൊരു തരത്തിലും പറ്റില്ല. ആ വേസ്റ്റ് വെള്ളം ഒഴുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ബന്ധം ശക്തമാകണം. നീ തിന്മയെ ഏറ്റവും നല്ലതുകൊണ്ട് നേരിടുക. അപ്പോൾ നമ്മളെ വെറുക്കുന്ന, നമുക്ക് ബുദ്ധിമുട്ടാക്കുന്ന ഒരു അയൽവാസിക്ക് സ്വാഭാവികമായും നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു ആഴ്ച രണ്ടാഴ്ച ഒന്ന് വീട്ടിലേക്ക് അയച്ചില്ല, ഒന്നുമില്ല, ഒരു സമയം കിട്ടല്ലോ ഇവിടെ ഒക്കെ ഒന്ന് വരാൻ, എന്തൊക്കെയുണ്ട് വിശേഷം, അമ്മക്ക് എങ്ങനെ ഉണ്ട്, വെറുതെ ഒരു 10 മിനിറ്റ് അവിടെ ചെലവഴിച്ചു, ചിലപ്പോൾ ഒരു വെള്ളമൊക്കെ കിട്ടും, മറ്റേ പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട് വേസ്റ്റിന്റെ, അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. ഇങ്ങനെ ആ അയൽപക്ക ബന്ധത്തിൽ നാം ചെയ്യേണ്ടുന്ന കാര്യം, അയൽപക്കമെങ്ങാനും ബന്ധുക്കളാണെങ്കിലോ 2 കൂലിയായി, കുടുംബ ബന്ധം ചേർത്ത കൂലിയും അയൽപക്ക ബന്ധം ചേർത്ത കൂലിയും. സഹോദരങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ ജുമയ്ക്ക് വെറുതെ വന്നതല്ല, നമ്മുടെ പരലോകരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ജുമയ്ക്ക് നമ്മൾ വന്നത്. അയൽപക്കത്തിന്റെ വിഷയത്തിൽ നാളെ പരലോകത്ത് നമ്മൾ കുടുങ്ങുമോ? നമ്മൾ ചിന്തിക്കുക. ഭാര്യയായിട്ടിരിക്കും നമ്മൾ വായന്ന് കൂത്തുബേൽ ഇങ്ങനെ അയൽവാസികളുടെ കാര്യം, നമുക്ക് എത്ര അയൽവാസികളുണ്ട്? ഖുർആൻ എടുത്തു പറയുന്നു, അടുത്ത അയൽവാസികൾ, അകന്ന അയൽവാസികൾ എല്ലാം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. അതുകൊണ്ട് അയൽപക്കത്തിന്റെ വിഷയത്തിൽ നമുക്കൊരിക്കലും പരാജയപ്പെട്ടുകൂടാ. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സ്വഭാവം സഹോദരങ്ങളെ, ഓരോരുത്തരുടെയും സ്വഭാവം വ്യത്യസ്ത തരത്തിൽ, പക്ഷെ എല്ലാവരുടെയും സ്വഭാവം ഒരു കാര്യത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്, അവിടുന്ന് ഏറ്റവും ഉത്തമമായ ഖുലുഖുൽ അദീം, ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിലായിരുന്നു മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ ഒന്ന് ചിരിക്കണം സഹോദരങ്ങളെ. ഒരാളോട് അവർക്ക് സന്തോഷമുണ്ടാകുന്ന തരത്തിലായിരിക്കണം നമ്മുടെ മുഖഭാവം. അതിന് നികുതി കൊടുക്കണോ? അതെന്താ നമുക്ക് മുടക്കുള്ളത്? ഒന്ന് ചിരിക്കാൻ എന്താ പ്രശ്നം? അയാൾ എത്ര നമുക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിലും നമ്മെക്കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട് മറ്റൊരാൾ പ്രയാസപ്പെടരുത് എന്നാഗ്രഹിക്കുന്നതിന് എന്താണ് പ്രശ്നം? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, വഖൂലു ലില്ലാഹി വഖൂലു, നിങ്ങൾ പറയണം ഹുസ്ന, നിങ്ങൾ നല്ലത് പറയണം, നിങ്ങൾ നല്ലത് പറയണം. അപ്പോൾ എല്ലാവരോടും പറയാ, നിങ്ങൾ നല്ലത് പറയണം, ഹുസ്ന പറയണം, നല്ലത് പറയണം. അപ്പോൾ നമ്മളിൽ നിന്ന്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മൾ 4 പേരിയ്ക്കുമ്പോൾ 5ാമനെ കുറിച്ച് ഒരു ചർച്ച വരുന്നു, അവനെ സുബൈ ജമാഅത്തിന് എത്തിക്കുന്ന പ്രശ്നമല്ല, അവനിങ്ങനെ പലിശയിൽ പെട്ടുപോയി എങ്ങനെ രക്ഷിക്കാന്നല്ല, മറിച്ച് അവന്റെ ഒരു തകരാറ് നമ്മൾ വിലയിരുത്തുകയാണ്. അവൻ വരുമ്പോൾ സംസാരം നിർത്തി എങ്കിൽ അതിന്റെ പേരാണ് ഗീബത്ത്. അതിന്റെ അപ്പൊ ഒരാൾ പറയണം, ഇത് നമ്മൾ പറയണോ? അപ്പൊ പറയൊരു, പക്ഷേ ചില ആൾക്കാർക്ക് ആയിക്കോട്ടെ, അത് അവരൊക്കെ പരലോകത്തിന് നല്ലതാ. 4 പേരിയ്ക്കുമ്പോ 5ാമനെ കുറിച്ച്, 5ാമൻ വരുമ്പോൾ നമ്മൾ നിർത്തുന്ന സംസാരം നമുക്ക് വേണ്ട. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറ്. കുറച്ച് ജീവിതമുള്ളൂ, വളരെ കുറച്ച് ആയുസുള്ളൂ. എന്തുകൊണ്ട് നമുക്ക് കളവൊന്ന് ശ്രദ്ധിച്ചുകൂടാ? എന്തിനാ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക, വീട്ടിൽ എങ്ങോട്ടാ? ഇവിടെ വരെ. അയാൾ ഞാൻ കോഴിക്കോട്ടേക്കാന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇവിടെ വരെ? ഇന്നത്തെ കളവല്ലേ? ആവശ്യമില്ലാതെ കളവ് പറയാ. ഒരാൾ രാവിലെ ഇറങ്ങുകയാണ്, ട്രെയിനിലൊക്കെ പോകുന്നത് കോഴിക്കോട്ടേക്കാ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ വരെ അല്ല, ഇവിടെ വരെ അല്ല, കോഴിക്കോട്ടേക്കാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾ സത്യം പറയുക, അതെത്ര കയ്പുള്ളതാണെങ്കിലും. സത്യം ഒരു പക്ഷേ നമ്മൾ പറയുമ്പോൾ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകും, പ്രശ്നമല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എത്ര കയ്പുള്ളതാണെങ്കിലും സത്യമേ പറയാവൂ. അതാണ് നമ്മുടെ പോയിന്റ്. ആ നാവിന്റെ വിഷയത്തിൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുക. അപ്പൊ നമ്മുടെ സ്വഭാവം, നമ്മൾ ചോദിക്കുക നമ്മുടെ ഭാര്യയോട്, നമ്മളെപ്പറ്റി നമുക്ക് നല്ല അഭിപ്രായമായിരിക്കും, നമ്മളെപ്പറ്റി ഓഡിറ്റ് ചെയ്യേണ്ടത് അല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു 10 മിനിറ്റ് എൻ്റെ തകരാറൊന്ന് പറ. അത് പറയാൻ അല്ല, നീ പറഞ്ഞോ, എത്ര അല്ലാത്തതാ, ഞാൻ റെഡിയാണ്. ഒരു 10 തകരാറ് പറയാം. അപ്പോൾ ഒരു പറഞ്ഞിരും നമുക്ക്.
അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളെ കൊണ്ട്, നമ്മുടെ ഇണകളെ കൊണ്ട്, നമ്മുടെ കുടുംബാംഗങ്ങളെ കുറിച്ച് നമ്മളുടെ വിഷയത്തിലുള്ള തകരാറെന്താണ്? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ആളുകൾ പറഞ്ഞു, നല്ല മനുഷ്യൻ, നല്ല മനുഷ്യൻ. റസൂലുള്ളാഹി പറഞ്ഞു, അത് സത്യമാണ്, അത് സത്യമാണ്. മറ്റൊരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആൾക്കാർക്ക് ഒരു സുഖല്ല, അയാളെ കൊണ്ടുള്ള പ്രയാസങ്ങൾ ആളുകൾ സഹിച്ചിട്ടുണ്ട്, അത് മോശപ്പെട്ട മയ്യത്താണ്. അപ്പൊ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകൾ ഇങ്ങനെ ഇറുക്കിപ്പിടിച്ചു പറഞ്ഞോ പറയാതെയോ നമ്മുടെ മയ്യത്തിന്റെ നേരെ നോക്കി മോശപ്പെട്ടത് പറയേണ്ട അവസ്ഥ ഇല്ലാതാക്കാൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ കുടുംബാംഗങ്ങളോട്, നമ്മുടെ അയൽപ്പക്കങ്ങളോട്, നമ്മുടെ കൂട്ടുകുടുംബങ്ങളോടുള്ള സമീപനത്തിൽ നമുക്ക് തകരാറ് പറ്റിയോ? നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ ഇടപെട്ടപ്പോ അത് നമ്മുടെ കുടുംബക്കാർക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്, അതെന്റെ ഭാഗത്ത് അന്യായമാണ്, നമുക്ക് തോന്നുന്നുണ്ടോ? അത് തിരുത്തണം, അത് മരിക്കും മുമ്പ് തിരുത്തണം. അങ്ങനെ നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുക. ഈ ആയത്ത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരീ സഹോദരങ്ങളെ, നമ്മൾ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, ഇണകളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇതൊക്കെ ശരിയാണ്, നിനക്ക് തന്നെയാണ് വേണ്ടത്. പക്ഷേ എൻ്റെ മക്കൾ, എൻ്റെ വീട്ടിലെ അവസ്ഥ, എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞ് ഒരു പക്ഷേ നമുക്കിത് പ്രാവർത്തികമാക്കുന്നിടത്ത് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ആ തടസ്സങ്ങളും നീക്കേണ്ടത് നമ്മൾ തന്നെയാണ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ അഹ്ലുകാരുടെയും ശരീരങ്ങളെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം എന്താണ്? വീട്ടിൽ നിന്ന് തുടങ്ങുക എന്നതാണ്. നമ്മൾ ഇന്ന് ജുമഅ കഴിഞ്ഞ് നമ്മുടെ ഏർപ്പാടൊക്കെ നമ്മൾ പോകുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് വീട്. ഇസ്ലാം അതിന് കൊടുത്ത പേര് മസ്കൻ എന്നാണ്, സമാധാനത്തിന്റെ കേന്ദ്രം. പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും സ്കൂളും ഒക്കെ 4 മണിക്കും 5 മണിക്കും അടക്കും, താക്കോലെടുത്ത് കൊണ്ടുകൊടുക്കും. അതേപോലെയുള്ള ഒരു ബിൽഡിംഗ് അല്ല വീടെന്ന് പറയുന്നത്. വീടിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആ ചെന്നു ചേരുന്ന വീട് സമാധാനമുള്ള, ശാന്തിയുള്ള വീടാക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും വളരെ ബോധപൂർവം പരിശ്രമിക്കണം. അതിനാവശ്യമായ ചർച്ചകൾ നടക്കണം. വീടുണ്ടാക്കാൻ ചർച്ച നടക്കൂലേ? നമുക്കെങ്ങനെ ഒരു സ്ഥലം വാങ്ങാം, എങ്ങനെ തറകെട്ടാം, അതേപോലെ ഒരു ചർച്ച നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ടാകാൻ നമ്മുടെ വീടുകളിൽ നടക്കണം. അതിലേറ്റവും പ്രധാനമാണ് വീടുകളിൽ ദിക്റുല്ലാഹ് ഉണ്ടാവുക എന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമ്മുടെ വീടുകളിൽ സ്വാഭാവികമായും ഉണ്ടായിത്തീരണം. ഞാനും നിങ്ങളും വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വരെ ആ റിപ്പോർട്ടില്ല. ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ. ഇത് പറയാൻ എന്ത് മുടക്കാനുള്ളത്? ഒരു മുടക്കുമില്ല. പക്ഷേ വീടാകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ജുമഅ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴും ഈ ഹുത്ബൊക്കെ കേട്ടാലും നമ്മൾ ബിസ്മില്ലാ പറയാൻ മറന്നുപോകും. ഒരു ദിക്ർ ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലാൻ നമുക്ക് എളുപ്പമുള്ള മാർഗം ആ അനുഗ്രഹത്തെ പറ്റി ചിന്തിക്കുക. നമുക്ക് വാഹനമില്ലെങ്കിൽ നമ്മൾ എന്നങ്ങ് വീട്ടിൽ പോവാം. നമുക്കൊരു ബൈക്കുണ്ട്, കാറുണ്ട്. ആ ബൈക്കാകുന്ന, കാറാകുന്ന അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കും. ബിസ്മില്ലാ എന്ന് പറഞ്ഞേ കയറുള്ളൂ. സുബ്ഹാനല്ലദീ സഖറനാ എന്ന് പറഞ്ഞേ ഡ്രൈവ് തുടങ്ങുള്ളൂ. ആ അനുഗ്രഹത്തെ പറ്റി ചിന്തിച്ചാൽ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നാം, നമ്മുടെ മക്കൾ, നാം എല്ലാവരും വീട്ടിലേക്ക് കയറുമ്പോൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് കയറണം. 1. 2, അഹ്ലുകാർക്ക് സലാം പറഞ്ഞുകൊണ്ടാണ് കയറേണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തത്. സ്വഹാബാക്കൾ അങ്ങനെയാണ് ചെയ്തത്. സലാം എന്ന് പറഞ്ഞാൽ ദുആയാണ്. അതുകൊണ്ടാണ് ചിലരെങ്കിലും പറഞ്ഞതൊക്കെ ശരിയാണ്, എന്നാലും ആ കോലായിരിക്കുന്ന വാപ്പനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഞാൻ കയറുന്നത് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. എന്തേ അങ്ങനെ വന്നത്? ആ കോലായിലിരിക്കുന്ന, ഉമ്മറത്തിരിക്കുന്ന ഉമ്മക്ക് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ എന്നാണ് പറയുന്നത്. ബാപ്പേ, നിങ്ങളെ പഠിച്ചോൻ രക്ഷിക്കട്ടെ. അപ്പം ബാപ്പ നമ്മളോട് വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്, ആ ഒരവസ്ഥ അങ്ങോട്ട് പോക്കുക.
ഒരു തടസ്സല്ലേ, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, അതങ്ങോട്ട് ഒഴിവാക്കുക. വേണമെങ്കിൽ പറയാം, അപ്പം ഇന്ന് ഹുത്തുബേ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഞാൻ പലപ്പോഴും നിങ്ങളെ കാണുമ്പോൾ അല്ലെ ഇമ്മനെ കാണുമ്പോൾ ഞാൻ സലാം പറയാൻ വിട്ടുപോലുണ്ട്. എന്താ ഇപ്പൊ ഒരു പുതിയ സലാമൊക്കെ, എന്തേ ആ വിട്ടേര് ആദ്യമായിട്ട് ഇരിക്കുക നമ്മൾ സലാം പറയുന്നത്, അപ്പൊ പറഞ്ഞാൽ മതി. ഇങ്ങനെ ഉണ്ട്, ഇന്ന് ഹുത്തുബയിൽ അങ്ങനെ പറഞ്ഞു. ഹുത്തുബ പറഞ്ഞത് വെറുതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കൊണ്ടാണ്. അപ്പൊ ഒന്ന് ദിക്റുള്ള വീട്ടിലുണ്ടാകണം. റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്തു, ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിനെ ഓർത്തു എങ്കിൽ പിശാചുക്കൾ പറയും നമുക്കിവിടെ താമസവുമില്ല, നമുക്കിവിടെ ഭക്ഷണവുമില്ല. അപ്പൊ പിശാച് നിരാശരാകാൻ ഉള്ള മാർഗം എന്താ? ദിക്റുല്ലാ എന്നതാണ്. അതുകൊണ്ട് വീട്ടിൽ കയറുമ്പോൾ സലാം പറയണം, വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയണം, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയണം. മറ്റൊന്ന്, പ്രത്യേകിച്ച് രാവിലകളിൽ വിശുദ്ധ ഖുർആൻ അത് പ്രത്യേകം എടുത്തു പറയുന്നു. വിശുദ്ധ ഖുർആനിന്റെ പാരായണം, വിശിഷ്യ സൂറത്തുൽ ബഖറയുടെ പാരായണം അതുണ്ടായാൽ യഫിറു ശൈത്താൻ, ശൈത്താൻ വിരണ്ടോടും. നമ്മളെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്നത് ആരാ? നമ്മൾ കൊണ്ട് ചീത്ത ചിന്തകൾ ഉണ്ടാക്കുന്നത് ആരാ? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, പിശാച് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്നു. ഹൃദയം ശരീരത്തിന്റെ ഉള്ളിലാണ്. ശരീരത്തിന്റെ ഉള്ളിലുള്ള ആ ഹൃദയത്തിലേക്ക് ഇബ്ലീസ് പ്രവേശിച്ച് ചീത്ത ചിന്തകൾ ഉണ്ടാക്കും, വസ്വാസുകൾ ഉണ്ടാക്കും. ആ പിശാചിൽ നിന്ന് രക്ഷ തേടാൻ പിശാചിന് സഹിക്കാൻ കഴിയില്ല. ഖുർആൻ ആയത്തുകൾ അവന് സഹിക്കില്ല. അപ്പോൾ നമ്മുടെ വീടുകളിൽ സഹോദരങ്ങളെ, ഇന്ന് ജുമുഅക്ക് പങ്കെടുക്കുന്ന നമ്മുടെ വീടുകളിൽ, എന്റെയും നിങ്ങളുടെയും വീട്ടില് സുബഹിന്റെ സമയത്ത് ഖുർആൻ ഓതാൻ ആളെ വാടകയ്ക്ക് വിളിക്കാൻ പറ്റില്ല. ഞാനും നിങ്ങൾ ഓതണം. ആ നിർത്തിവെച്ച ഖുർആൻ ഉണ്ടല്ലോ, പലപ്പോഴും റമദാൻ മാസത്തിലാ ഖുർആൻ ഓതിയത്, പിന്നെ സമയം കിട്ടിയില്ല. എവിടെ പോയി സമയം? ആര് പറഞ്ഞു സമയമില്ലെന്ന്? ഖുർആൻ എടുക്കണം, ഓതണം. അത് കണ്ടിട്ടാണ് വളർന്നു വരുന്ന 2.5 വയസ്സും 5 വയസ്സും പ്രായമായ കുട്ടികള് രാവിലെ ഖുർആൻ ഓതണമെന്ന സന്ദേശം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ മാതൃകയാകണം. അപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ പാരായണമില്ലാത്ത ഒരു ദിവസം പോലും സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പിക്കണം. അതേപോലെ തന്നെ വീടുകളിൽ ദീനിയായ ചർച്ചകൾ വരണം. പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ നാട്ടിലുള്ള മുഴുവൻ വിഷയവും ചർച്ച ചെയ്യും, ദീന് മാത്രം ചർച്ച ചെയ്യൂല. നാളെ ഇപ്പോൾ വ്യാഴാഴ്ചയാണ്, ആരൊക്കെ സുന്നത്തും പോലിക്കുന്നത് ഉമ്മ ചോദിക്കുക, വാപ്പ ചോദിക്കുക, അപ്പൊ നമ്മൾ 3 നോക്കല്ലേ, അല്ലെ തിങ്കളാഴ്ച വരികയാണ്, അല്ലെങ്കിൽ വേറെ ദീനിയായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ വാപ്പ പറയാണ്, ഞാൻ തന്നെ രാത്രി നിസ്കരിച്ചാൽ മതി, എനിക്ക് വയസ്സ് എത്രയായി, നിങ്ങൾക്കൊക്കെ 18-19 വയസ്സാണല്ലോ, നിങ്ങൾ എന്താ സുബഹിക്കുമ്പോ എണീക്കും? ഒരു ചർച്ച വീട്ടിൽ. എന്തേ സുബഹിക്കുമ്പോ എണീറ്റാൽ? അപ്പൊ അമ്മ പറഞ്ഞ കാര്യം ചെയ്യാം, ഞാൻ രാവിലെ 4:30 മണിക്ക് മൊത്തം ഒരു ബെല്ലടിക്കാം, എല്ലാവരും ഡോറിന് മുട്ടാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതാണ് സഹോദരങ്ങളെ സ്വർഗത്തിൽ പോകുന്ന വീട്. നമ്മുടെ ഉമ്മയും ഉപ്പയും അടക്കം നമുക്കൊന്നിച്ച് സ്വർഗത്തിൽ പോകണം, കുടുംബസമേതം സ്വർഗത്തിലേക്ക്. ചില ആൾക്കാർ ടോർച്ച് എടുത്ത ഒരൊറ്റ പോക്കാ സുബഹി ജമാഅത്തിന്, ബാക്കി ഒരൊറ്റ ആളെയും വിളി, എല്ലാവരും നരകത്തിലാണ് കിടന്നുള്ളി, ഞാൻ സ്വർഗത്ത് പോവാ. ഇതെന്ത് സ്നേഹ സഹോദര, ഇതെന്ത് സ്നേഹാണ്? എന്റെ പ്രിയപ്പെട്ട ഭാര്യ സമയത്ത് എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കണം, എന്റെ മക്കൾ എന്റെ ബൈക്കിന്റെ പിന്നിൽ കയറണം, കാറിൽ എന്റെ മക്കളും കുടുംബസമേതം പള്ളിയിലേക്ക്. എങ്കിലേ നമ്മുടെ പ്രിയപ്പെട്ട മകൻ ലോകത്ത് ഏത് ഹോസ്റ്റലിൽ പോയാലും ഓ സുബഹി ജമാഅത്തിന് പള്ളിയിലെത്തും. ആരാ ഉസ്താദ്? പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ. അങ്ങനെ വീട്ടിൽ ഇനി നമുക്കൊരു കടബാധ്യതയുണ്ടെന്ന് കരുതുക, ആ കടബാധ്യത നമ്മൾ വീട്ടിൽ പറയും. ഞാൻ പിന്നെ ഈ ഭാര്യനെ വിഷമിക്കണ്ടെന്ന് വിചാരിച്ചു, ഞാൻ മക്കളെ ഇങ്ങനെ വിഷമിപ്പിക്കണം. എന്തെന്നറിയോ? ആ വിവരം അവരറിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഗുണമുണ്ട്. ആ പ്രിയപ്പെട്ട മകൻ, പടച്ചോനെ എൻ്റെ ഉപ്പ കടത്തിലാണ്, എൻ്റെ ഉപ്പയുടെ കടം നീ വീട്ടിൽ കൊടുക്കണേ എന്ന് അവൻ ദുആ ചെയ്യണമെങ്കിൽ ആ വിഷയം മോൻ അറിയണം, ആ വിഷയം മോൾ അറിയണം. അപ്പൊ അവർ ആ നിലക്ക് നമ്മോടൊപ്പം വരും. അതുകൊണ്ട് ഒന്നും മറച്ചു വെക്കരുത്, ആ ബാധ്യതകൾ അവരോടൊപ്പം. അതോടൊപ്പം ഒന്ന് ആഗ്രഹിക്കുക, നമുക്ക് കുടുംബസമേതം ഒന്ന് ഹറമ് പോയാൽ എന്താ? ഒരു ഉംറ, ടൂറോമാനിയാണ് നാട്ടിൽ, ഒരു ടൂർ പോയി വരെ അടുത്ത ടൂർ തുടങ്ങി. ഈ ടൂർ 5-6 ടൂർ എടുത്താൽ ഒരു പക്ഷേ ഉംറക്കാനുള്ള പൈസ ആവും. അതുകൊണ്ട് നമുക്ക് ടൂർ വേണ്ട, ഇസ്ലാമികമല്ല എന്നൊന്നല്ല, ബാധ്യതകൾ മറന്നുകൊണ്ട് നമുക്ക് ടൂർ വേണ്ട, നമുക്ക് വിനോദയാത്രകൾ വേണ്ട. നമുക്ക് നമ്മുടെ കുട്ടികളെ ഒന്ന് പ്ലെയിനിൽ കയറ്റാലോ, എന്നിട്ട് ഹറം കാണിച്ചു കൊടുക്കും നമ്മുടെ പണം കൊണ്ട്. പിന്നീട് ഹജ്ജൊക്കെ അവർ ചെയ്തോട്ടെ. അങ്ങനെ ഹറമിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ചർച്ചകളിൽ ഉണ്ടാകണം. നമ്മൾ മരിച്ചു, നമ്മുടെ വീട്ടിലൊരു അംഗം മരിച്ചു എന്ന് കരുതുക, മയ്യത്ത് അങ്ങോട്ട് ഇറക്കുമ്പോൾ വിഷമുണ്ടാകും. നമ്മളിത് അയാൾക്ക് അങ്ങനെ പറയില്ലെന്ന് പറയും, പറയാതിരുന്നിട്ട് കാര്യമില്ല. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഐഷ ഞാൻ മരിച്ചാൽ
ആയിഷ, നീ ആദ്യം മരിച്ചാൽ ഞാൻ മയ്യത്ത് കുളിപ്പിക്കും. മയ്യത്ത് കുളിപ്പിക്കുന്നവരെ തീരുമാനമായി കഴിഞ്ഞു. അത്രയും കൃത്യമായിരുന്നു. നമ്മുടെ വീട്ടിലും അങ്ങനെയാകണം. ആ തരത്തിൽ ദീനിയായ സ്വാഭാവികമായ ചർച്ചകൾ സഹോദരന്മാരെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. വിശുദ്ധ ഖുർആനും തിരു ഹദീസും പഠിക്കാൻ ഇവിടെ എല്ലാ ശനിയാഴ്ചയും പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് അവസരമുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും സഹോദരിമാർക്ക് അവസരമുണ്ട്. ആ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പള്ളികളുമായി നമ്മുടെ കുടുംബത്തിൻ്റെ ഹൃദയബന്ധം ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല പൂർണ്ണമായും അവന് കീഴ്പ്പെടുന്ന വിശ്വാസിനികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പല ആളുകളും ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രോഗികളായ പലരുമുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ ശിഫ നൽകണമേ. പലതരത്തിലുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, നീ ഏറ്റവും ശരിയായ മാർഗം കാണിച്ചു തരണമേ. വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ഈമാൻ പണയം വെച്ചുകൊണ്ട് ശിർക്കിലേക്കും കുഫ്റിലേക്കും ബിദ്അത്തുകളിലേക്കും എത്തിപ്പോകുന്ന അവസ്ഥയിൽ നിന്നും നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇസ്ലാമികമായ അന്തരീക്ഷമുണ്ടാക്കാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണമേ. മരണപ്പെട്ടു പോയ വിശ്വാസിനികളായ എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹുവേ നീ വിശാലമാക്കി കൊടുക്കണമേ. രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ രംഗങ്ങൾ കാണുന്ന അവസ്ഥ നീ അവർക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ മഹാപ്രവാഹത്തോടുകൂടി ചില ആളുകൾ ഇവിടെ മരണപ്പെടും. ആ മരണങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ برحمتك يا أرحم الراحمين.